റിപ്പോർട്ടർ ചാനലിലിട്ട് 2020യും സാബു കെ ജേക്കബിന്റെയും വകയൊരു കൊട്ട്. അപ്പോൾ എന്തായാലും റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, 2 കൊല്ലമായിട്ട് തകർത്താടുന്നു. ആൻഡോയും അഗസ്റ്റിനും എന്ന് പറയുന്ന 2 മുതലാളിമാരുടെ ഉടമസ്ഥയിലുള്ള ചാനലാണ്. അവരെ കുറിച്ച് പറയാനാണെങ്കിൽ മരമുറി കേസ് മുതൽ അങ്ങനെ പല പല വിവാദങ്ങൾ ഒക്കെ ഉണ്ടാക്കുകയും, എന്നാൽ ഈ ഇടയ്ക്ക് ഇതിന് മുന്നേ ആയിട്ട് വന്നിരുന്ന 24 എന്ന് പറയുന്ന ചാനലിന് എതിരെ അവർ സംസാരിക്കുന്നു. 24 റിപ്പോർട്ടറിനെതിരെ സംസാരിക്കുന്നു. ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കളികൾ കളിക്കുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു. എന്നാ ഇപ്പൊ ദേ ആ ഒരു ചാനൽ, റിപ്പോർട്ടർ ചാനൽ നടത്തിക്കൊണ്ട് പോകാനുള്ള ലൈസൻസും ഇല്ല, തൊപ്പിയില്ല എന്ന് പറയുന്ന പോലെ ദേശീയ സുരക്ഷാ ഏജൻസിയുടെ ഒരു ക്ലിയറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും അതിനെക്കുറിച്ച് നമുക്കൊരു വാർത്ത കാണാം. റിപ്പോർട്ടർ TV 2020 NDAയിൽ ചേരാനായിട്ടുണ്ടായ സാഹചര്യം ED ഭയന്നാണ്, ED അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്നാണ് എന്ന് ഒരു വാർത്ത പുറത്തുവിടുകയുണ്ടായി. അതിനെ 2020യുടെ അധ്യക്ഷനും കിറ്റക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഞാൻ അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ ഒരു വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് 25 കോടി രൂപയാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തി 200 കോടിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ചാനലിൻ്റെ നടത്തിപ്പ് അതിനെപ്പറ്റി വിശദമായിട്ടൊരു പഠനം നടത്തിയപ്പോൾ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നടത്തണം, ഇതുപോലെയുള്ളൊരു സാറ്റലൈറ്റ് ചാനൽ നടത്തണമെങ്കിൽ അതിന് ആദ്യമായിട്ട് വേണ്ടത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ദേശീയ സുരക്ഷാ ക്ലിയറൻസാണ്. ഇതിൻ്റെ ഉടമകളായ ആൻഡോയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ദേശീയ സുരക്ഷാ ക്ലിയറൻസിന് വേണ്ടി അപേക്ഷ കൊടുത്തെങ്കിലും ദേശീയ സുരക്ഷയെ മുൻനിർത്തി ആ അനുമതി കൊടുക്കാതിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ദേശീയ സുരക്ഷാ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ, ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമാണ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് നമുക്കൊരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അതാത് മേഖലകളിലുള്ള പോലീസിൻ്റെ ക്ലിയറൻസ് വേണം. അപ്പോൾ ഒരു സാധാരണക്കാരന് ഒരു പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ ഒരു പാസ്പോർട്ട് പോലും ലഭിക്കില്ലാത്ത സ്ഥലത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ്, സുരക്ഷാ ക്ലിയറൻസ് പോലുമില്ലാതെ ഈ ചാനൽ നടത്തിപ്പിന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ ചാനൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സ് മരമൂട്ട് തട്ടിപ്പ് മുതൽ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അങ്ങനെ അനവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഈ മരമുറി കേസില് ഇത് കിറ്റക്സിന്റെ MD ആണ് ഈ കാര്യങ്ങൾ ഇപ്പം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. എന്തായാലും മിസ്റ്റർ സാബുവിനെ കുറിച്ച് നമുക്കറിയാം, കിറ്റക്സ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് കിറ്റക്സ് എന്ന് പറയുന്ന കമ്പനി മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റേണ്ട സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ തന്നെ വാർത്തകളിൽ കണ്ടിട്ടുള്ളതാണ്. കാരണം ഇത്രയും വലിയൊരു കമ്പനിക്ക് നമ്മുടെ നാട്ടിൽ ഒരു നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യം വരികയും പിന്നീട് അത് മാറേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തതാണ്. ഇപ്പൊ എന്നിരുന്നാലും അദ്ദേഹം 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുകയും അതിൽ കൂടെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പം 2020 BJPയുടെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഒരു രീതിയിൽ കൺസീവ് ചെയ്ത് ആ ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്.
എന്തായാലും ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ടർ ചാനൽ കുറെ അടിസ്ഥാനരഹിതമായ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതില് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഡോക്ടർ അരുൺകുമാറിന്റെയും സുജയ പാർവതിയുടെയും ആ ഒരു കോംബോയിൽ വരുന്ന ന്യൂസുകളാണ്. സംവാദങ്ങൾ, കാര്യങ്ങളെല്ലാം കൊണ്ടും അവരുടെ ആ ഒരു അവതരണവും കാര്യങ്ങളും എല്ലാം വളരെ നല്ലതായിരുന്നു. കാരണം അതിൽ കുറെ എന്താ പറയാ, അക്സെപ്റ്റബിൾ ആകാവുന്ന കാര്യം ഉണ്ടാവും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവും. എങ്കിലും വളരെ നല്ല രീതിയിൽ ഡോക്ടർ അരുൺകുമാർ ആയിരുന്നു അതിന്റെ മുകളിൽ നിന്ന് പട നയിച്ചുകൊണ്ടിരിക്കുന്ന പടനായകൻ. അങ്ങനെ ഇരിക്കെയാണ് സുജയ്യ പാർവതി എന്ന് പറയുന്ന വാർത്താ അവതാരിക നേരെ ബിഗ് ടി വി എന്ന് പറയുന്ന ചാനലിലേക്ക് പോരുകയും അവർ പോന്നിട്ട് അധികമായിട്ടില്ല. എന്തായാലും അവർ പുതിയ ചാനലിലേക്ക് ചേക്കേറി. എന്താണെന്നറിയില്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആണോ എന്താണെന്ന് അറിയത്തില്ല, അവര് നേരത്തെ തന്നെ ചാടി. ഇപ്പൊ അവര് പുതിയൊരു ചാനലും പരിപാടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോമ്പറ്റീഷൻ ആണ്, നമുക്കറിയാലോ. TRP റേറ്റിംഗ് ആണ് ഇവരെല്ലാം നോക്കുന്നത്. അപ്പോൾ ഇനി ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഇനി എവിടെ നിൽക്കും എന്നുള്ളതാണ്. ഇനി അറിയാൻ പറ്റില്ല. റിപ്പോർട്ടർ ടിവിയുടെ ഒക്കെ കാര്യമാണ്. ഇവർ എവിടെന്നെങ്കിലും ലൈസൻസ് ഒക്കെ ഒപ്പിച്ചുകൊണ്ട് വരുമോ എന്നറിയത്തില്ല. എന്തായാലും ഒരു ചെറിയൊരു കട്ടിങ് കൂടെ കാണാം, ഒരു ന്യൂസിന്റെ ഒരു ചെറിയൊരു ഭാഗം കൂടെ കാണാം. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന കേന്ദ്ര സർക്കാർ. ചാനലിന് ലൈസൻസ് റദ്ദാക്കാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. 2 മാസത്തിനകം കേന്ദ്രം തീരുമാനമെടുക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവും വരികയാണ്. കിറ്റെക്സ് MD ആയ സാബു M ജേക്കബിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഈ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്നുള്ള കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത് ആരാണ്? ആര്യ, ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. അവരാണ് കോടതിയിൽ റിപ്പോർട്ടർ ചാനലിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ അനുമതിയില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. സുരക്ഷാ അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചാനലിന്റെ ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചാനലിന് ഷോക്കോസ് നോട്ടീസ് നൽകിയതായും ഇന്ന് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഹൈക്കോടതി അറിയിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ, അതായത് ചാനലിന്റെ ലൈസൻസ് സംബന്ധിച്ച കാര്യത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റേതാണ് ഉത്തരവ്. ഇതിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് കിറ്റെക്സ് ഉടമയായിട്ടുള്ള സാബു M ജേക്കബാണ്. സാബു M ജേക്കബ് ഹൈക്കോടതിയിൽ എടുത്ത പ്രധാനപ്പെട്ട വാദം എന്നത് സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു. സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ, കേന്ദ്ര സർക്കാരിന്റെ ക്ലിയറൻസ് ഇല്ലാതെ ഒരു ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. മുഴുവൻ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, നീണ്ടിപ്പോവും. പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനല്, വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനല്, അത് റിപ്പോർട്ടർ TV. നമ്മൾ പലരും പറയും ഇടതുപക്ഷ ചായവുള്ള ചാനലാണ് എന്നൊക്കെ പറയും, എങ്കിലും എല്ലാവരും വീക്ഷിക്കുന്ന ഒരു ചാനലാന്ന് ഓർക്കണം. അവിടെ ഈ പറയുന്ന പോലെ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ പറയുന്നത്, എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു ചാനലുകാർ പോലും വളരെ സിമ്പിളായിട്ടെന്നല്ല, അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ലൈസൻസോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ലാതെ ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയും. മാത്രമല്ല, എത്ര കോടി രൂപയുടെ പരസ്യമായിരിക്കും, അതെ പരസ്യം ആയിരിക്കും എന്നല്ല, പരസ്യങ്ങളാണ് അതിൽ കൂടെ ആ ഒരു ചാനലിൽ കൂടെ നമ്മൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവർ എത്രയോ രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ എന്താ പറയുന്നത്, വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ഒരു കാര്യമാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിടിക്കപ്പെടും, നല്ലൊരു അവസ്ഥയാണ്. പക്ഷെ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവർ പല രീതിയിലും എന്താ പറയുന്നത്, ഏതൊക്കെ രീതിയിലാണോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഇവർക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. TRP റേറ്റിംഗിന്റെ അത് തട്ടിപ്പ് നടത്തി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പം പലരെയും വ്യക്തിഹത്യ ചെയ്യുന്ന കാര്യങ്ങളിലും ഇവർ മിടുക്കന്മാരായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ 2 മാസത്തെ സമയവും മറ്റുമാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ആ 2 മാസത്തിനകം ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയില്ലെങ്കിൽ റിപ്പോർട്ടറിന്റെ കാര്യത്തിൽ തീരുമാനമാവും. മാത്രമല്ല 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് സാബു ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയ വാർത്താ സമ്മേളനം ഭയങ്കര ഇതാണ്. ഇപ്പം മറ്റു ചാനലുകാർ ഇത് ഏറ്റുപിടിക്കും. കാരണം ഇവര് മറ്റു ചാനലുകാരുമായിട്ട് കോമ്പറ്റീഷൻ ആണല്ലോ ശരിക്കും പറഞ്ഞത്. ആ ഒരു കോമ്പറ്റീഷന്റെ അകത്ത് പല സമയങ്ങളിലും മറ്റു ചാനലുകളെക്കാളും മുകളിലേക്ക് ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇനിയും അറിയില്ല ഇവരെങ്ങനെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇവർ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിന്റെ കാര്യം തന്നെ അധോഗതിയാവും. നമുക്കറിയാം, ഇതിനു മുന്നേ നികേഷ് കുമാറിന്റെ ഒരു ചാനലായിരുന്നു ഇത്. കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന്റെ ലൈസൻസിങ്ങും കാര്യങ്ങളെല്ലാം പക്കയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരുന്ന
റിപ്പോർട്ടുകൾ അനുസരിച്ച് വരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. അതിനി എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഏതായാലും ഇവര് തലപ്പത്തിരിക്കുന്ന ആൾക്കാര് മൂളയുള്ളവരായതുകൊണ്ട് എങ്കിൽ ഇവർ കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. ഇനി കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് പോംവഴി എന്നുള്ളത്. കാരണം ഇത്രയും ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ചാനല് പെട്ടെന്ന് ഇല്ലാതാവുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു കഷ്ടമാണ് പലരെ. അപ്പോൾ അതുകൊണ്ട് അവരതിന് പോംവഴി എന്താണ് ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. പക്ഷെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാനും പറ്റത്തില്ല, ലൈസൻസ് ഇല്ലാതെ വാർത്താ ചാനൽ കൊണ്ടുനടക്കാനും പറ്റില്ല. ലൈസൻസ് വേണം.